ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറി ഓഫ് സ്ട്രക്ചർ 1ൻ്റെ മൊഡ്യൂൾ 2ലെ പോസിബിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹൂക്സ് ലോ ആണ്. When a material is loaded within the elastic limit, stress is directly proportional to strain. Stress divided by strain within the elastic limit ആണ് നമ്മൾ ഹൂക്സ് ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് പോയ്സൺസ് റേഷ്യോ. Poisson ratio is nothing but the ratio of lateral strain by longitudinal strain. Coming to the part B question, first question is, a wooden tie is 75 mm wide, 150 mm deep and 1.5 meter long. It is subjected to an axial pull of 45 kN. The stretch of the member is found to be 0.6330 mm. Find the Young's modulus for the material. നമുക്കറിയാം യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ പറയുവാണെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് അറൈവ് ചെയ്യുന്നതിനായിട്ടുള്ള ഡേറ്റാസ് നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് 75 mm വൈഡ് ആൻഡ് 150 mm ഡീപ്പ് എന്ന്. സോ നമുക്ക് ഏരിയ ഓഫ് ദി ടൈ എന്ന് പറയുന്നത് 75 × 150 mm ടോട്ടൽ 11,250 mm square എന്ന് എഴുതാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആക്സിയൽ പുൾ ഓഫ് 45 kN ഈസ് സബ്ജക്റ്റഡ്. സോ P is equal to ക്യാപിറ്റൽ P എന്നാണ് നമ്മൾ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അത് പുൾ ആണെങ്കിലും പുഷ് ആണെങ്കിലും. സോ വാല്യൂ 45 kN എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ കറസ്പോണ്ടിങ് ന്യൂട്ടൺ ആക്കി മാറ്റുന്നു. 45 × 10⁻³ ന്യൂട്ടൺ. The stretch of the member is found to be 0.63. നമ്മൾ ഈ മെമ്പറിൽ പുൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ മെമ്പറിന് ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ ആണ് തന്നിരിക്കുന്നത് 0.6330. ആ ഇലോങ്ങേഷൻ നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. ആ ഇലോങ്ങേഷൻ അറിയാം. ഈ മെമ്പറിന്റെ ആക്ച്വൽ ലെങ്ത്തും അറിയാം 1.5 മീറ്റർ. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് 0.6330 ഡിവൈഡഡ് ബൈ 1.5 meter, that's the actual length. So 1.5 meter നമ്മൾ in mm ലാക്കുന്നു. 1.5 × 10⁻³ mm. So നമുക്ക് വാല്യൂ 4.22 × 10⁻⁻4 എന്ന് കിട്ടും. So stress in the material നമുക്കറിയാം സിഗ്മ is equal to P/A. So P എന്ന് പറയുന്നത് it is axial pull ആണ് 45 × 10⁻³ Newton divided by area of the tie is 75 mm × 150 mm. That is we get the stress as 4 Newton/mm². സോ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു 4 Newton/mm² ആൻഡ് സ്ട്രെയിൻ ഈസ് 14.22 × 10⁻⁻4. We get the value of Young's modulus as 9478.67 Newton/mm². Next question is, a rod is 2 meter long at 10 degrees centigrade. Find the expansion of the rod when the temperature is raised to 80 degrees centigrade. If the expansion is prevented, find the stress in the material. Take modulus of elasticity is 1 × 10⁵ Newton/mm² and alpha is equal to 0.00012 per degree centigrade. സോ ഈ കേസിൽ ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡിന് 2 മീറ്റർ ലെങ്ത് ഉണ്ട്. അതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. നമ്മൾ ആ റോഡിനെ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ട് ഉയർത്തുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ മെറ്റീരിയലിന് എക്സ്പാൻഷൻ സംഭവിക്കും. ആ എക്സ്പാൻഷൻ നമ്മൾ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയലിൽ ഒരു സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും. സോ ആദ്യം നമുക്ക് എക്സ്പാൻഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയാം. സോ ഇവിടെ നമുക്കറിയാം ഇനിഷ്യൽ കണ്ടീഷനിലെ ടെമ്പറേച്ചർ 10 ഡിഗ്രി ആണ്. It is raised to 80 degree centigrade. So rise in temperature എന്ന് പറയുന്നത് 80 - 10, that is 70 degree centigrade ആണ്. So next is expansion of the rod. ഇത് strain അല്ല, ഇത് expansionന്റെ expression ആണ്. Delta ആണ്. Okay. So delta is equal to L alpha T എന്നാണ്. L എന്ന് പറയുന്നത് length of the member, alpha is the coefficient of expansion and T is the rise in temperature. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം mm ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L length of the member in mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. We get 1.68 mm and stress എന്ന് പറയുന്നത് it is another expression which is E alpha T. L ന് പകരം E കൊടുക്കുക. E alpha T ആയിരിക്കും നിങ്ങളുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഡ്യൂ ടു ടെമ്പറേച്ചർ റൈസ്. സോ വാല്യൂസ് നമ്മൾ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് 84 Newton/mm² എന്നും കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് എനി 6 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ. സോ നമുക്കറിയാം ഡിഫറെൻറ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിൽ ഏതെങ്കിലും ഒരു 6 എണ്ണം നിങ്ങൾ പഠിച്ചോളുക. ദാറ്റ് സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ്, ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, ഹാർഡ്നെസ്, ടഫ്നെസ് ആൻഡ് ബ്രിട്ടിൽനെസ്.
ഇത് ലിസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ച് ചെറിയൊരു ഡെഫിനേഷനും കൂടെ എഴുതാൻ പഠിക്കുക. നമ്മൾ ആ ക്വസ്റ്റിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എ ബാർ ഓഫ് 30 mm diameter is subjected to a pull of 60 kilonewton. The measured extension on a gauge length is 0.09 mm and the change in diameter is 0.039 mm. Calculate Young's modulus, modulus of rigidity and bulk modulus. ആദ്യം നമ്മൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നു. Diameter of the bar is given 30 mm and it is subjected to a pull of 60 kilonewton, that is P is equal to 60 kilonewton or 60 into 10 raised to 3 Newton. The measured extension on a gauge length of 200 mm is 0.09 mm. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ബാറിന്റെ 200 mm ലെങ്ത് കൺസിഡർ ചെയ്യുമ്പോൾ ആ 200 mm ലെങ്തിനുണ്ടായ എക്സ്പാൻഷൻ ആണ് 0.09. ഓക്കെ, അപ്പൊ ലെങ്ത് നമുക്ക് 200 ആയിട്ട് കൺസിഡർ ചെയ്യാം, 200 mm ആയിട്ട് അറിയാം. അതുപോലെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 0.09 mm ആയിട്ടും കൺസിഡർ ചെയ്യാം. ആൻഡ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ഈസ് 0.039 mm. So change in diameter is 0.039. And first we need to find the Young's modulus. Young's modulus or modulus of velocity. So നമുക്കറിയാം modulus of velocity എന്ന് പറയുന്നത് it is stress by strain. So stress കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. സോ പി ബൈ ഏരിയ ആണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ പി ഈസ് ദി pull of 60 kilonewton. So 60 into 10 raised to 3 divided by the area of circular bar is pi by 4 d square. So we get 84.88 Newton per mm square as our stress. So next is strain. The strain is change in length divided by original length. Okay, so 0.09 divided by 200 mm. 0.09 divided by 200 mm, we get 0.00045 as our strain value. Substituting here, stress by strain, we get the Young's modulus as 188622 Newton per mm square. Our next part is to find the modulus of rigidity. So modulus of rigidity and modulus of velocity are connected by the expression E is equal to 2c into 1 plus 1 by m. Here c is called a modulus of rigidity. In order to use this equation, we need to find 1 by m, or it is called the Poisson's ratio. So Poisson's ratio is nothing but the lateral strain divided by longitudinal strain. So how we find the lateral strain? Lateral strain is the change in diameter divided by original diameter, and linear strain is change in length divided by original length. Lateral strain is change in diameter divided by original diameter. So both are given. We can find the value of lateral strain. And next is longitudinal strain, that is already we found here as 0.00045. So dividing both, we get Poisson's ratio as 0.2888. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.1നും 0.5നും ഇടയ്ക്ക് പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ വരത്തുള്ളൂ. ഇതിൽ കുറവ് വാല്യൂ അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പോയ്സൺസ് റേഷ്യോയുടെ കാൽക്കുലേഷൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സോ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് റിജിഡിറ്റി നമ്മൾ ഈ എക്സ്പ്രഷൻ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ സി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 2 into 1 plus 1 by m എന്ന് കിട്ടും. സോ 1 by m ആണ് പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ വാല്യൂ 73.3 into 10 raised to 3 Newton per mm square എന്ന് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ബൾക്ക് മോഡുലസും ഇതുപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരുന്ന. സോ ഇ ഈസ് ഈക്വൽ ടു 3k into 1 minus 2 into 1 by m, ഇങ്ങനെയാണ് എക്സ്പ്രഷൻ. സോ ഇതിൽ നിന്നും ബൾക്ക് മോഡുലസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ബൾക്ക് മോഡുലസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 3 into 1 minus 2 by m. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബൾക്ക് മോഡുലസ് 147.2 into 10 raised to 3 Newton per mm square എന്നും കിട്ടുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിലിയൻസ്. ഡിഫൈൻ ദ ടേംസ് റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ് ആൻഡ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. സോ നമുക്ക് എന്താണ് റെസിലിയൻസ് നോക്കാം. റെസിലിയൻസ് ഇറ്റ് ഈസ് ദി ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി. നമ്മളൊരു ബോഡിയെ പുഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പുള്ളി ചെയ്യുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ബോഡിയെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഒരു ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ സ്ട്രെയിൻ എനർജിയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ body, that is called a proof resilience. Modulus of resilience is the ratio of proof resilience per volume. Proof resilience divided by the volume of the material will be the modulus of resilience. So നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടായ ക്വസ്റ്റ്യൻ നോക്കാം. A
Prismatic metallic bar of rectangular section 500 mm by 200 mm and 2 meter long is subjected to a load of 150 kilonewton and it is applied gradually. ഇത് നോട്ട് ചെയ്തോണം. എങ്ങനെയാണ് നമ്മളൊരു മെറ്റീരിയലിന് ലോഡ് അപ്ലൈ ചെയ്യുന്നത്? സംടൈംസ് ഗ്രാജുവലി ആയിരിക്കാം, സംടൈംസ് സഡൻലി അപ്ലൈഡ് ലോഡ് ആവാം, അല്ലെങ്കിൽ ഇമ്പാക്ട് ലോഡ്. ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്തോളുക. സോ ഈ കേസിൽ ഗ്രാജുവലി ആണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. If the stress at the elastic limit of the material is 200 Newton per mm square, determine the strain energy at the given load, proof resilience and modulus of resilience. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡേറ്റാസ് എഴുതുന്നു. ഡേറ്റാസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അറിയാം. റെക്ടാംഗിളിന്റെ സെക്ഷൻ തന്നിട്ടുണ്ട് 500 mm by 200 mm. ലെങ്ത് 2 meter എന്ന് തന്നിട്ടുണ്ട്. It is subjected to a load of 150 kilonewton and it is applied gradually. The stress at the elastic limit. So sigma elastic is 200 Newton per mm square. So അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്ട്രെയിൻ എനർജി ഓഫ് ദി ഗിവൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പ്രഷൻ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2e ഇൻറ്റു വോളിയം എന്നാണ്. സോ സിഗ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രെസ്. അത് ഈ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് ആണ്. നമുക്കറിയാം ലോഡ് 150 kilonewton ആണ്. സോ 150 ഇൻറ്റു 10⁻³ divided by the area of the material, അതായിരിക്കും സിഗ്മ. സോ ആ സിഗ്മ കണ്ടുപിടിച്ചു. സിഗ്മ ഡിവൈഡഡ് ബൈ ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ദി മെറ്റീരിയൽ ആണ്. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ദി മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നിങ്ങൾ അത് അസ്യൂം ചെയ്യുക. അതായത് സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആയിട്ട് എടുക്കുക 2 ഇൻറ്റു 10⁻⁵ Newton per mm square. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻറ്റു ഈ മെറ്റീരിയലിന്റെ വോളിയം അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. സോ ലെങ്ത് ഇസ് 2 meter, അതിനെ mm ആക്കുന്നു. 2000 ഇൻറ്റു 500 ഇൻറ്റു 200. സോ നമുക്ക് വോളിയം കിട്ടുന്നു. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1125 Newton mm ആസ് ദി സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദി മെറ്റീരിയൽ. അടുത്തായിട്ട് നമുക്ക് പ്രൂഫ് റെസിലിയൻസ് കണ്ടുപിടിക്കണം. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിം എക്സ്പ്രഷൻ തന്നെ യൂസ് ചെയ്യുക. അതിനകത്ത് സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ഇലാസ്റ്റിക് ആയിരിക്കും കൊടുക്കുന്നത്. സോ സിഗ്മ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 200 Newton per mm square എന്ന്. സോ ആ വാല്യൂ ആയിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 200 സ്ക്വയർ ഇൻറ്റു വോളിയം സെയിം ആൻഡ് 2 times E. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രൂഫ് റെസിലിയൻസ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത് പ്രൂഫ് റെസിലിയൻസ് വാല്യൂ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി മെറ്റീരിയൽ ആണ്. സോ പ്രൂഫ് റെസിലിയൻസിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. വോളിയം ഈസ് 500 ഇൻറ്റു 200 ഇൻറ്റു 2000. സോ വി ഗെറ്റ് മോഡുലസ് ഓഫ് റെസിലിയൻസ് ആസ് 0.2 Newton mm. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ലോഡ് ഓഫ് 300 kilonewton ഈസ് അപ്ലൈഡ് ഓൺ എ ഷോർട്ട് കോളം 250 mm into 250 mm. The column is reinforced by steel bars of total area 5600 mm square. If the modulus of elasticity of the steel is 15 times that of concrete, find the stress in the steel and concrete. നമ്മൾ ഡേറ്റാസ് ലിസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ലോഡ് നമുക്കറിയാം കോൺക്രീറ്റ് കോളമാണ്, ഒരു സ്ക്വയർ കോളമാണ്. സ്ക്വയർ കോളത്തിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 250 mm by 250 mm. It is subjected to a load of 300 kilonewton. So P is equal to 300 kilonewton or 300 into 10⁻³ Newton. And the area of the column നമുക്കറിയാം. ഏരിയ ഓഫ് ദി കോളം എന്ന് പറയുന്നത് 250 into 250 60,500 mm square എന്നും കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഈ കോളത്തിൽ യൂസ് ചെയ്യുന്ന റെയിൻഫോഴ്സ്മെന്റ് ബാറിന്റെ ഏരിയ എന്ന് പറയുന്നത് 5600 mm square ആണ്. ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ദ സ്റ്റീൽ ഈസ് 15 times that of concrete. So if the ratio of the modulus of elasticity of steel and concrete is taken, that value will be 15. ES divided by EC is 15. This is also given in the problem. നമുക്കറിയാം ഒരു റെയിൻഫോഴ്സ്ഡ് കോളത്തിൽ ലോഡ് വരുമ്പോൾ ആ കോളം ഒരു സിംഗിൾ മെമ്പർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഇത് രണ്ട് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇതിന്റെ സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി എന്ന് പറയും. സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോത്ത് ദ മെറ്റീരിയൽ ഷുഡ് ബി ദി സെയിം. അതാണ് ഒരു മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ടോട്ടൽ ലോഡ് ഷുഡ് ബി ക്യാരിഡ് ബൈ ദി സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. ഈ രണ്ട് കണ്ടീഷനാണ് നമുക്കുള്ളത്. നമ്മൾ എടുക്കാൻ പോകുന്നത് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി ആണ്. അതായത് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സ്റ്റീൽ ഈക്വൽ ടു സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കോൺക്രീറ്റ്. ഓക്കെ, സോ ആ കണ്ടീഷനാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. PC, this is the stress produced in the concrete divided by modulus of elasticity. അതാകുമ്പോൾ നമുക്കറിയാം സ്ട്രെയിൻ ഇൻ ദി കോൺക്രീറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ ദ സ്റ്റീൽ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ, ദാറ്റ് ഈസ് സ്ട്രെയിൻ ഇൻ ദി സ്റ്റീൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു
stress in concrete into modular ratio. So modular ratio നമ്മൾ already അറിയാം 15 ആണെന്ന്. So 15 substitute ചെയ്യുമ്പോൾ നമുക്കറിയാം stress in steel will be 15 times that of stress in concrete. ഇതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ. ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ ലോഡ്. സോ ഈ ഒരു കോളത്തിൽ വരുന്ന ടോട്ടൽ ലോഡ് ക്യാരി ചെയ്യുന്നത് സ്റ്റീലും കോൺക്രീറ്റും കമ്പൈൻഡ് ആയിട്ടായിരിക്കും. സോ ടോട്ടൽ ലോഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് സ്ട്രെസ് ഇൻ ദി സ്റ്റീൽ ഇൻറ്റു ഏരിയ ഓഫ് ദി സ്റ്റീൽ പ്ലസ് സ്ട്രെസ് ഇൻ ദി കോൺക്രീറ്റ് ഇൻറ്റു ഏരിയ ഓഫ് ദി കോൺക്രീറ്റ്. നമുക്ക് തന്നിട്ടുണ്ട് കോളത്തിൽ വരുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 300 കിലോ ന്യൂട്ടൺ ആണ്. സോ 300 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ഈക്വൽ ടു സ്ട്രെസ് ഇൻ ദി സ്റ്റീൽ. സ്ട്രെസ് ഇൻ ദി സ്റ്റീൽ നമ്മൾ സ്ട്രെസ് ഇൻ ദി കോൺക്രീറ്റിലാക്കുന്നു, അതായത് 15 ടൈംസ് PC ഇൻറ്റു ഏരിയ ഓഫ് ദി സ്റ്റീൽ ഇസ് 5600 mm² തന്നിട്ടുണ്ട്. പ്ലസ് നെക്സ്റ്റ് സ്ട്രെസ് ഇൻ ദി കോൺക്രീറ്റ് അതുപോലെ എഴുതുന്നു PC ഇൻറ്റു ഏരിയ ഓഫ് ദി കോൺക്രീറ്റ്. ഏരിയ ഓഫ് ദി കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ ഏരിയയും അറിയാം, അതുപോലെ തന്നെ ഏരിയ ഓഫ് ദി സ്റ്റീലും അറിയാം. സോ ടോട്ടൽ ഏരിയയിൽ നിന്നും ഏരിയ ഓഫ് ദി സ്റ്റീൽ കുറച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി കോൺക്രീറ്റ് ആണ് കിട്ടുന്നത്. സോ ആ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ, അതായത് PC. സോ PC എന്ന് പറയുന്നത് 2.14 Newton/mm² എന്ന് കിട്ടും. ആ വാല്യൂ എടുത്ത് നമ്മുടെ ഈ ഇതിൽ കൊടുക്കുമ്പോൾ PS ഈക്വൽ ടു 31.94 Newton/mm² എന്നും കിട്ടുന്നതാണ്. The second part of our question is already discussed, the mechanical properties of steel. ഇത് explain the mechanical properties എന്നാണ്. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു 6 പ്രോപ്പർട്ടിയും അതിൻ്റെ definition നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് എ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ മൈൽഡ് സ്റ്റീൽ ബാർ. സോ എക്സ് ആക്സിൽ നമ്മൾ സ്ട്രെയിൻ മാർക്ക് ചെയ്യുന്നു, വൈ ആക്സിൽ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നു. മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് ഈ ഒരു ഫാഷൻ ആയിരിക്കും. സോ അതിലെ ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. എ ഈസ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ബി ഈസ് ഇലാസ്റ്റിക് ലിമിറ്റ്, സി ഈസ് ദി upper yield point, and D is the lower yield point, and E is the ultimate stress point, and F is the failure point or breaking point. സോ ഇത്രയായിരിക്കും നിങ്ങളുടെ സാലിയന്റ് പോയിന്റ്സ്. ഈ പോയിന്റ്സ് നിങ്ങൾ ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമുക്കറിയാം വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് ദി മെറ്റീരിയൽ ഈസ് ലീനിയർ, അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഡിഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ അതിൻ്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നതാണ്. സോ ഇതിനപ്പുറം ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലാസ്റ്റിക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ആ മെറ്റീരിയലിന് പിന്നെ അതിൻ്റെ ഡിഫോർമേഷൻ റീഗെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്നത് സ്ട്രെയിൻ ഹാർഡനിങ് പോർഷൻ എന്നാണ് പറയുന്നത്. അഡീഷണൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം അൾട്ടിമേറ്റ് പോയിന്റ് റീച്ച് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൽ അത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് സ്പെസിമെൻ. സെക്കൻഡ് പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. A steel bar 4 meter long and 35 mm wide and 20 mm thick is subjected to a pull of 30 kilonewton in the direction of the length. Find the change in volume of the bar if the Poisson's ratio is 0.25. Take modulus of elasticity E is equal to 200 GPa. Data ഓരോന്നായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. First is given the length of the bar is 4 meter or 4000 mm and the section 35 mm wide and 20 thick. The area is 35 into 20. Is subjected to a pull of 30 kilonewton. So axial load P is equal to 30 into 10⁻³ Newton in the direction of the length. Find the change in volume of the bar. If the Poisson's ratio is given, 1/m is 0.25 and modulus of elasticity is 200 GPa. So 200 GPa എങ്ങനെയാണ് Newton/mm² കൺവേർട്ട് ചെയ്യുന്നത്? സോ 200 into 10⁻³ മെഗാപാസ്കൽ എഴുതാം. ഒരു മെഗാപാസ്കൽ എന്ന് പറയുന്നത് ഒരു Newton/mm² തന്നെയായിരിക്കും. സോ അങ്ങനെയാകുമ്പോൾ 200 into 10⁻³ Newton/mm² അല്ലെങ്കിൽ 2 into 10⁵ Newton/mm² എന്ന് നമുക്ക് അറൈവ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ വോളിയം ആണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രഷൻ ഡെവലപ്പ് ചെയ്യുന്നത് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന ടേം ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ വോളിയോമെട്രിക് സ്ട്രെയിനിൽ നിന്നാണ് നമുക്ക് ചേഞ്ച് ഇൻ വോളിയം എത്രയാണെന്നുള്ളത് കിട്ടുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. സോ ആ ലെങ്ത്തിലുള്ള ചേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ആ DL ഈസ് ദി ചേഞ്ച് ഇൻ ലെങ്ത്. സോ അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മുടെ ഇക്വേഷൻ PL ഡിവൈഡഡ് ബൈ AE, ബേസിക് ഇക്വേഷൻ ആയ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന എക്സ്പ്രഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ഇതാണ്. സോ അറേഞ്ച് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ ആണ് DL is equal to PL by AE. സോ P എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി മെമ്പർ, A is the area and E is the modulus of elasticity. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.857 mm as the DL, ചേഞ്ച് ഇൻ ലെങ്ത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് നമ്മുടെ ലീനിയർ സ്ട്രെയിൻ.
സോ a linear strain 0.00021 എന്ന് കിട്ടുന്നതാണ്. നമുക്കറിയാം ബേസിക് ഡെഫിനേഷൻ ഓഫ് പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് 1/m പോയ്സൺസ് റേഷ്യോ ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ ആണ് കിട്ടുന്നത്. അവിടെ നിന്ന് നമുക്ക് ലാറ്ററൽ സ്ട്രെയിനും കണ്ടുപിടിക്കാവുന്നതാണ്. വോളിയം ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ചേഞ്ച് ഇൻ വോളിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ വോളിയോമെട്രിക് സ്ട്രെയിൻ്റെ എക്സ്പ്രഷൻ എഴുതുന്നു. വോളിയോമെട്രിക് സ്ട്രെയിൻ ഇസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. സോ വിച്ച് ഇസ് ഈക്വൽ ടു പി ബൈ എ ഇ. പി ബൈ എ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച എക്സ്പ്രഷൻ തന്നെയാണ്. അത് ലീനിയർ സ്ട്രെയിൻ ആണ്. സോ ഡി എൽ എന്ന് പറയുന്നത് നമുക്കറിയാം പി എൽ ബൈ എ ഇ ആണ്. ഇതിൽ നിന്നും എൽ താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി എൽ ബൈ എൽ അതാണ് നമ്മുടെ ലീനിയർ സ്ട്രെയിൻ. അത് ഈക്വൽ ടു പി ബൈ എ ഇ എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ പി ബൈ എ ഇ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 0.00021. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇൻറ്റു 1 മൈനസ് 2/m. 1 മൈനസ് 2/m കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.07 ഇൻറ്റു 10⁻⁻⁴. അതിൽ നിന്നും ഡി വി ഇസ് ഈക്വൽ ടു ഈ വാല്യൂ ഇൻറ്റു വോളിയം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് കിട്ടും 300 mm³ ആസ് ദി വോളിയം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്റ്റീൽ റോഡ് ഓഫ് 20 mm ഡയമീറ്റർ ഈസ് 2 meter ലോങ്. Find the maximum instantaneous stress and work done at maximum elongation when the axial load of 50 kN is suddenly applied to it. Also calculate the maximum dynamic force in the rod. Take modulus of velocity E is equal to 2 into 10⁵ Nm². So data's diameter of the rod is given 20 mm and the length is 2 meter or 2000 mm. Find the maximum instantaneous stress and work done at maximum elongation. Axial load is 50 kN but it is applied suddenly. So suddenly applied load ആണ്. ആക്ച്വൽ കേസ് നമ്മൾ നേരത്തെ പഠിച്ചത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ ഇത് സഡൻലി അപ്ലൈഡ് ലോഡ് ആണ്. സഡൻലി അപ്ലൈഡ് ലോഡിന്റെ കേസിൽ എന്ത് ചേഞ്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. Also calculate the maximum dynamic force on the rod. Take modulus of velocity E is equal to 2 into 10⁵. ഫസ്റ്റ് നമ്മുടെ കേസിൽ മാക്സിമം ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ് ആണ്. സോ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചത് പി ബൈ എ എന്ന കേസായിരുന്നു. അതായത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിന്റെ കേസിൽ സഡൻലി അപ്ലൈഡ് ലോഡ് ആയതുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 times പി ബൈ എ ആയിരിക്കും. സോ 2 പി ബൈ എ ആയിരിക്കും നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ്. സോ 2 into പി വാല്യൂ ഈസ് 50 into 10⁻³ divided by area of the rod is pi/4 d square, that is 314. Total we get 318.47 Nm² as instantaneous stress. The second part is work done at the maximum elongation. So work done is nothing but the force into displacement. Okay, so displacement is the change in length of the bar. So change in length we can find by സിഗ്മ മാക്സ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഇ. നമുക്കറിയാം ഗ്രാജുവലി അപ്ലൈഡ് ലോഡിൻ്റെ കേസിൽ സിഗ്മ എന്ന് പറയുന്നത് പി ബൈ എ ആണ്. ഈ കേസിൽ സിഗ്മ മാക്സ് എന്ന് പറയുന്നത് 2 പി ബൈ എ ആയിരിക്കും. സോ ഈ വാല്യൂ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 318.47 ഇൻറ്റു എൽ ഇസ് 2 into 10⁻³ divided by E is 2 into 10⁵. Total value is 3.18 mm. And the work done is force into displacement. So force is, we have already know the force, that is 50 into 10⁻³ and into change in length is 3.18 mm. So we get the value of work done as 159 kN/mm. And the last part, maximum dynamic force. The dynamic force is nothing but the area of the member into instantaneous stress. Okay, that is 314 into 318.47, which is given as 99.99 into 10⁻³ Newton, or it is rounded off to 100 kilonewton. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. In an experiment, a bar of 20 mm diameter is subjected to a pull of 40 kilonewton. The measured extension on a gauge length of 150 mm is 0.08 mm and the change in diameter is 0.0029 mm. Calculate Poisson's ratio, Young's modulus, modulus of rigidity and bulk modulus. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഡേറ്റാസ് എഴുതിയതിന് ശേഷം നമുക്ക് ലീനിയർ സ്ട്രെയിൻ അറിയാം, അതുപോലെ ലാറ്ററൽ സ്ട്രെയിൻ അറിയാം. പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. സോ അവിടെ നിന്ന് പോയ്സൺസ് റേഷ്യോ കിട്ടുന്നതാണ്. നമുക്ക് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുത്താൽ മതി. സ്ട്രെസ് എന്ന് പറയുന്നത് പി ബൈ എയും സ്ട്രെയിൻ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെയിൻ എടുക്കാം, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് യങ്സ് മോഡുലസ് ഇ ഈസ് ഈക്വൽ ടു
ഈസ് ഈക്വൽ ടു 238.853 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഈസ് ഈക്വൽ ടു 2c ഇൻറ്റു 1 പ്ലസ് 1/m എന്നാണ് എക്സ്പ്രഷൻ. അതിൽ നിന്നും നമുക്ക് c കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2/m എന്നാണ്. അതിൽ നിന്ന് നമുക്ക് kയും കണ്ടുപിടിക്കാവുന്നതാണ്.